വെൽക്കം. ഫഹ്മനാണ്. മൈക്രോബയോളജിയിൽ ഈ വീഡിയോ ലെപ്റ്റോസ്പൈറയെ കുറിച്ചിട്ടാണ്. ലെപ്റ്റോസ്പൈറ, എലിപ്പനി, വീൽസ് ഡിസീസ് പോലുള്ള ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്ന ലെപ്റ്റോസ്പൈറ ഇന്ററോഗൻസ് എന്ന് പറയുന്ന ഓർഗാനിസത്തെ കുറിച്ചിട്ടാണ് പറയാം. സോ നമ്മൾ ആദ്യം മൈക്രോ ഓർഗാനിസം, പുറകെ രോഗത്തെ കുറിച്ച് നമുക്ക് പറയാം. ദെൻ ലാബ് ഡയഗ്നോസിസ്, കൾച്ചർ മെത്തേഡ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ലെപ്റ്റോസ്പൈറ ഒരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ഗ്രൂപ്പിൽ ഇത് വരുന്നത് സ്പൈറോക്കീറ്റിലാണ്. സ്പൈറോക്കീറ്റിൽ വരുന്ന ഒരു ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ. നമ്മൾ വേറെ സ്പൈറോക്കീറ്റുകൾ പഠിച്ചത് ഒന്ന് സിഫിലിസ് ഉണ്ടാക്കുന്ന ട്രിപ്പനീമ പാലിഡം അതിൽ വരുന്നതാണ്. പിന്നെ ഒരെണ്ണം ലൈംസ് ഡിസീസ് ഉണ്ടാക്കുന്ന ബൊറേലിയ ബെർഗ്ഡോർഫെറി പോലുള്ളവ. സോ ഇത് രണ്ടും വരുന്നത് ഫാമിലി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സ്പൈറോക്കീറ്റേസി എന്ന് പറഞ്ഞ ഫാമിലിയാണ്. നമ്മൾ ഇത് പറയുന്നത് ലെപ്റ്റോസ്പൈറ, നമ്മൾ പറയുന്നത് ലെപ്റ്റോസ്പൈറേസി എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നതാണ് ലെപ്റ്റോസ്പൈറ. പക്ഷെ രണ്ടും സ്പൈറോക്കീറ്റ് തന്നെയാണ്. അപ്പോൾ 3 ഓർഗാനിസം ആണ് സ്പൈറോക്കീറ്റിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഈ സ്പൈറോക്കേറ്റ്സ് ക്യാൻ ബി സാപ്രോഫൈറ്റ്സ് ആയിട്ട് പ്രകൃതി കാണാം, അല്ലെങ്കിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ടും നമുക്ക് കാണാം. ആൻഡ് ലെപ്റ്റോസ്പൈറയിൽ 2 പ്രധാന സ്പീഷീസ് ഉണ്ട്. ഒന്ന് ലെപ്റ്റോസ്പൈറ ഇന്ററോഗൻസ് ആണ്, നമ്മൾ ഈ പറയുന്ന ലെപ്റ്റോസ്പൈറ ഇന്ററോഗൻസ് ആണ്. ആൻഡ് ഇത് പാത്തോജനിക് ഓർഗാനിസം ആണ്. ആൻഡ് ഇവയിൽ തന്നെ 26ഓളം സീറോ ഗ്രൂപ്പ്സ് ഉണ്ട്. 26ഓളം. പക്ഷെ സാപ്രോഫൈറ്റ് ഉണ്ടോന്ന് വെച്ചാൽ സാപ്രോഫൈറ്റ് ആയിട്ട് രോഗം പരത്താത്ത ഒരെണ്ണമുണ്ട്. അതിന്റെ പേര് ലെപ്റ്റോസ്പൈറ. അതും ലെപ്റ്റോസ്പൈറ ആണ്. ലെപ്റ്റോസ്പൈറ ബൈഫ്ലെക്സ എന്ന് പറയുന്നത് സാപ്രോഫൈറ്റ് ആയിട്ട് ജീവിക്കുന്നതാണ്. അത് രോഗമൊന്നും ഉണ്ടാക്കില്ല. ഇതാണ് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം. സോ സ്പൈറോക്കീറ്റ് ആണ്. സ്പൈറോക്കീറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പൈറൽ ഷേപ്പ് ആയിരിക്കണം. ഒരു ഏകദേശം ഇങ്ങനെ ഒരു സ്പൈറൽ ഷേപ്പ് ആയിരിക്കും സംഭവത്തിനുള്ളത്. ഒന്നും കൂടി വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ആൻഡ് ഹെലിക്കൽ അല്ലെങ്കിൽ കോയിൽഡ് ലൈക്ക്. സോ ഹെലിക്കൽ ആണ്, അല്ലെങ്കിൽ കോയിൽഡ് ലൈക്ക് ആണ്, അല്ലെങ്കിൽ കോർക്ക് സ്ക്രൂ ഒക്കെ പോലെ ഇരിക്കും. ലെപ്റ്റോ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ലെപ്റ്റോ മീൻസ് തിൻ എന്നാണ് അർത്ഥം. വളരെ തിന്നാണ്. അപ്പൊ അതിന്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ 0.1 മൈക്രോമീറ്റർ മാത്രമേ ഉള്ളൂ തിക്നെസ്. നീളം എന്ന് പറയുന്നത് ഒരു 6 to 20 മൈക്രോമീറ്റർ നീളം വരാം. ആൻഡ് ഓർഗാനിസത്തിന്റെ ഒരറ്റം അല്ലെങ്കിൽ രണ്ടാമത്തെ അറ്റമോ രണ്ടറ്റമോ ഇങ്ങനെ ഇരിക്കും, ഹുക്ക്ഡ് പോലെ ഇരിക്കും. സോ ദിസ് ഈസ് ഹുക്ക്ഡ് ആണ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അംബ്രല്ല ഹാൻഡിൽ എന്നാണ് വിളിക്കുക. അംബ്രല്ല ഹാൻഡിൽ എൻഡ് എന്ന് നമ്മൾ പറയും. സോ ഇതാണ് വരച്ചു കഴിയുമ്പോൾ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇനി ഇവ ഗ്രാം നെഗറ്റീവ് ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് സംഭവം. സോ അപ്പോൾ തിൻ പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ മാത്രമേ ഉള്ളൂ. വളരെ തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ എന്ന് പറയുമ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങിലൊക്കെ കാണാനായിട്ട് പാടാണ് എന്നുള്ളതാണ്. ആൻഡ് ഇവയ്ക്ക് ഒരു ഔട്ടർ ഷീത്ത് അല്ലെങ്കിൽ എൻവലപ്പ് നമുക്ക്. സോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ജീസ്മാ സ്റ്റെയിൻ ആണ്. GIESMAM ജീസ്മാ സ്റ്റെയിൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിലും കാണാനൊക്കെ പാടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഈ സിൽവർ ഇംപ്രഗ്നേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ആ സംഭവമൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നത് ഫോണ്ടാന സ്റ്റെയിൻ ഇതൊക്കെ നമ്മൾ വേറെ പല സ്ഥലത്ത് പറഞ്ഞതാണ്. ദെൻ ലീവാഡിറ്റി സ്റ്റെയിൻ പോലുള്ളതൊക്കെ ഉപയോഗിക്കാം. ആൻഡ് ഇവ മോട്ടൈൽ ആണോ അല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടൈൽ അല്ലെങ്കിൽ ആക്റ്റീവ്ലി മോട്ടൈൽ ആണ്. ആൻഡ് ഇവയുടെ ഫ്ലജല്ല എന്ന് പറയുന്നത് എൻഡോഫ്ലജല്ലേറ്റ് ഓർഗാനിസം ആണ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ ദ പെരിപ്ലാസ്മിക് സ്പേസ്. ഇപ്പൊ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ, ഇത് ഇപ്പോഴുള്ള സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇവിടെ പെരിപ്ലാസ്മിക് സ്പേസ്, ഗ്രാം നെഗറ്റീവ് ആണെന്ന് ഓർക്കുക. പെരിപ്ലാസ്മിക് സ്പേസിനകത്ത് ഔട്ടർ സെൽ മെംബ്രെയിനും ഉള്ളിലാണ്, ഇവിടെയാണ് ഇതിന്റെ ഫ്ലജല്ല ഉള്ളത്. ആൻഡ് ഒരു സൈഡിലേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് പോളാർ ഫ്ലജല്ലയാണ് ഉള്ളത്. സോ മൂവ്മെന്റ് എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പാനിങ് ആൻഡ് റൊട്ടേഷൻ മൂവ്മെന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സിങ് ആൻഡ് ബെൻഡിങ് ടൈപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ വേറെ വിളിക്കുന്നത് കോർക്ക് സ്ക്രൂ മൂവ്മെന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റ്. സോ ഇറ്റ് ഹാസ് എ ഷോസ് ടിപ്പിക്കൽ മോട്ടിലിറ്റി ഇൻ ലിക്വിഡ് മീഡിയ ഓർ സെമി സോളിഡ് മീഡിയ. ഇനി ലെപ്റ്റോസ്പൈറ ഇന്ററോഗൻസ്, ഇവയിൽ സൊമാറ്റിക് ആന്റിജൻസ് ഉണ്ട്. ആൻഡ് ഇവ ഓരോന്നും ജീനസ് സ്പെസിഫിക് ആണ്. ആൻഡ് ഇനി ഇവയിലുള്ളത് പിന്നെ ലിപ്പോപോളിസാക്കറൈഡ്സ് ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ സർഫസ് ആന്റിജൻസ് എന്ന് വിളിക്കാം. ആൻഡ് ഇത് വെച്ചിട്ട് ഒരു 200-ലധികം ഡിസ്റ്റിങ്ക്ട് സബ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ സബ് ഗ്രൂപ്പ്സ് പറഞ്ഞു, പിന്നെ അതൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും സബ് ടൈപ്സ് നമുക്ക് കിട്ടാൻ പറ്റും. ആൻഡ് ഇവയെ നമ്മൾ വിളിക്കുക സീറോവാർസ് എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് ഇവയിൽ 3 എണ്ണമാണ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർ കോമൺ ഇൻ കോസിംഗ് സിവിയർ ഹ്യൂമൻ ഓർ അനിമൽ ഇൻഫെക്ഷൻസ്. അതുണ്ടാക്കുന്നത് 3 തരം സീറോവാറിൽ പെട്ടതാണ്. ഒന്ന് ഇതാണ് ലെപ്റ്റോസ്പൈറ ഇന്ററോഗൻസ്. ഇക്ട്രോഹെമറേജിക്ക എന്നാണ്, ഇക്ട്രോഹെമറേജിയെ ആണ്. ആൻഡ് ഇത് റാറ്റിനകത്ത് അല്ലെങ്കിൽ വൈൽഡ് റോഡൻസിനകത്തൊക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് മോസ്റ്റ് വെൽ നോൺ കോസ് ഓഫ് വെയിൽസ് ഡിസീസ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ആള് ഇതാണ്. ആൻഡ് സിവിയർ ലൈഫ് ത്രെറ്റനിങ് ഫോം ഓഫ് ലെപ്റ്റോസ്പൈറോസ് ആണ് വെയിൽസ് ഡിസീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ
രണ്ടാമത്തെ സീറോവാർ എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ ഇൻട്രോഗൻസിൽ വരുന്ന കോപ്പൻഹേഗി ആണ്. കോപ്പൻഹേഗേനി എന്നാണ് പറഞ്ഞത്. കോപ്പൻഹേഗേനിയാണ്. ആൻഡ് ഇത് റാറ്റിലുണ്ട്, ബ്രൗൺ റാറ്റ്സിനകത്തൊക്കെ ഉള്ളതാണ്. ആൻഡ് അർബൻ ഔട്ട് ബ്രേക്സ് ഉണ്ടാക്കുന്ന ഇതാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ സിവിയർ ഫോം തന്നെയാണ് കോപ്പൻഹേഗേനി എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തത് ലെപ്റ്റോസ്പൈറ ഇൻട്രോഗൻസിൽ വരുന്നത് കാനിക്കോളയാണ്. കാനിക്കോല ഉണ്ടാക്കുന്നത് ഡോഗ്സിലാണ് ഇത് കൂടുതൽ പാത്തോജനിക് ആയിട്ട് കാണപ്പെടുന്നത്. ആൻഡ് ഡോഗ്സിനകത്ത് അക്യൂട്ട് കിഡ്നി ഡിസീസ് ഒക്കെയാണ് ഇത് ഉണ്ടാക്കുക, ഫെയിലിയർ ഒക്കെ ഉണ്ടാക്കും. മനുഷ്യനിൽ ഇത് കാനിക്കോള ഫീവർ എന്ന് പറയുന്ന ഫീവറാണ്. കാനിക്കോള ഫീവർ എന്ന് പറയുന്ന ഒരു ഫീവർ ഉണ്ടാക്കും. ആൻഡ് ഇതൊരു ഫ്ലൂ ലൈക്ക് സിൻഡ്രോം ആണ്. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ കോസ് അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസും ഇത് ഉണ്ടാക്കും. അപ്പോൾ സൊമാറ്റിക് ആന്റിജൻ ആൻഡ് സർഫസ് ആന്റിജൻ അല്ലാതെ മറ്റ് പല ആന്റിജൻസും ഉണ്ട്. ഉദാഹരണത്തിന് ഹീമോലൈസിൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ദെൻ അഡ്ഹെസിൻസ് ഉണ്ട്. അഡ്ഹെസിൻസ് നമ്മുടെ സെല്ലുകളിൽ ഒട്ടിച്ചേരാൻ ഹെൽപ്സ് ഇൻ അഡ്ഹെഷൻ ടു സെൽസ്. ദെൻ പിന്നെ ഉള്ളത് സ്വിങ്കോമൈലിനേസി ടോക്സിൻ എന്ന് പറയുന്ന ടോക്സിൻ ഉണ്ട്. സോ ഇത് ഡിഗ്രേഡ്സ് RBC ആൻഡ് എപ്പിത്തീലിയൽ സെൽസ് ഓഫ് കാപ്പിലറി ഒക്കെ നശിപ്പിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതെല്ലാം ടോക്സിക് ഓർ വിർലന്റ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇവ മൂലം ഉണ്ടാകുന്ന രോഗം നമ്മൾ പറഞ്ഞത് ലെപ്റ്റോസ്പൈറോസിസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതൊരു സൂനോട്ടിക് ഇൻഫെക്ഷൻ ആണ്. സൂനോട്ടിക് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂനോട്ടിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിലൂടെ പകരുന്ന രോഗമാണ്. മൃഗങ്ങൾ ബോത്ത് വൈൽഡ് ആൻഡ് ഓൾസോ ഡൊമസ്റ്റിക് ആനിമൽസ്. ഉദാഹരണത്തിന് മൃഗങ്ങൾ പട്ടി, പന്നി, പൂച്ച, എലി, ബ്രൗൺ റാറ്റ്സ്, റാറ്റസ് നോർവീജിയൻസ്, കാറ്റിൽ, ദെൻ റക്കൂൺസ്, പോർക്കുപൈൻസ്. സോ ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളിലൂടെ ഇത് പകരും, രോഗമുണ്ടാക്കും എന്നുള്ളതാണ്. സോ റിസർവർ ഓർ നാച്ചുറൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ഹോസ്റ്റ് ഈസ് അനിമൽ ഹോസ്റ്റ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ഹോസ്റ്റ്. ആൻഡ് ഇവയുടെ യൂറിനറി ട്രാക്റ്റിലാണ് ഇവ തങ്ങുക. യൂറിനറി ട്രാക്റ്റിൽ ഇത് വളരും. ആൻഡ് ദിസ് വിൽ ബി ഷ്രെഡ് ത്രൂ യൂറിനിലൂടെ പുറത്തേക്ക് പോകും. ആൻഡ് ഇത് നമ്മുടെ വെള്ളത്തിലും വാട്ടറിലും അല്ലെങ്കിൽ മറ്റും പകർന്ന് മനുഷ്യനിൽ പിടിപെടാൻ കാരണമാകും. സോ അപ്പോൾ ഇവിടെ യൂറിൻ കലർന്ന നദികൾ, പോൺസ് എക്സെട്ര ഇതിലൊക്കെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് രോഗം വരും. സോ വെള്ളപ്പൊക്കം, മഴക്കാലം തുടങ്ങി മൺസൂൺ, പോസ്റ്റ് മൺസൂൺ പീരീഡിൽ ഈ രോഗം അധികമായിട്ടുണ്ടാവാൻ കാരണവും ഇത് തന്നെ. സോ മോയ്സ്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ട്രാൻസ്മിഷൻ. മാത്രമല്ല ഒരു 28 to 32 ഡിഗ്രി, 30 എന്നാണ് സാറിന് പറഞ്ഞത്, 32 ഡിഗ്രി വരെയൊക്കെ ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ടെമ്പറേച്ചറിന് പറ്റില്ല. സോ അണുക്കൾ ഉള്ള വെള്ളത്തിലൂടെയോ മൃഗങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയോ നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ മുറിവുകൾ, മൈനർ അബ്രേഷൻസ്, കട്ട് അല്ലെങ്കിൽ ബ്രൂയിസസ്, അല്ലെങ്കിൽ സ്കിന്നിലും മ്യൂക്കസ് മെമ്പറൈനിലൊക്കെ ഉള്ള മുറിവുകളിലൂടെ നമ്മുടെ ശരീരത്തിൽ ഇതെത്തുന്നു, ബ്ലഡിനകത്തേക്ക് ഇതെത്തും. ആൻഡ് അല്ലാതെ ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇത് പ്രധാനമായിട്ടും പക്ഷേ രോഗം ഉണ്ടാക്കുന്നത് മൃഗങ്ങളിലാണ്, അനിമലിലാണ് ഇവയുടെ രോഗം കാര്യമായിട്ട് ഉണ്ടാകും. മനുഷ്യരിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് പ്രധാനമായിട്ട് വെള്ളമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. സ്വിമ്മേഴ്സിൽ ഉണ്ടാക്കാം, വാട്ടർ സ്പോർട്സ്മെനിൽ ഉണ്ടാക്കാം, സീവേജ് വർക്കേഴ്സിൽ ഉണ്ടാക്കാം, ദെൻ പിന്നെ മൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ദെൻ പിന്നെ അഗ്രികൾച്ചറിസ്റ്റ് വരാം, റൈസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫാർമേഴ്സ്. സോ ഇങ്ങനെയൊക്കെയുള്ള ഒക്കുപേഷണൽ എക്സ്പോഷർ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഈ ഗർഭിണികളിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ പ്ലാസെന്റ ക്രോസ് ചെയ്യും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിൽ ചിലപ്പോൾ ഗർഭമലസായിരിക്കും ചെയ്യുക. ദെൻ തേർഡ് ട്രൈമസ്റ്ററിലൊക്കെ ആണെങ്കിൽ ഇൻട്രൗട്രൈൻ ഡെത്തോ അല്ലെങ്കിൽ സ്റ്റിൽ ബർത്തോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവയുടെ പാത്തോജനസിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിനോട്ടിക് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഒരു മുറിവ്, അബ്രേഷൻ തുടങ്ങിയതിലൂടെ നമ്മുടെ മുറിവിലൂടെ ശരീരത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ, ആൻഡ് ഇതൊരു 2 phase ഇൽനെസ് ആയിരിക്കും ഉണ്ടാക്കുക. ഫസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ ബാക്ടീരിയമാണ്. ബാക്ടീരിയ ഫേസ് ആണ് ആദ്യം ഉണ്ടാക്കുക. അപ്പോൾ അത് ബ്ലഡിനെ അറ്റാക്ക് ചെയ്യുന്ന ഫേസ് ആയിരിക്കും. രണ്ടാമത്തത് ക്രോണിക് അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂൺ ഫേസ് എന്ന് വിളിക്കാം. ഇമ്മ്യൂൺ ഫേസ് അല്ലെങ്കിൽ നമുക്ക് ലേറ്റർ സ്റ്റേജ് എന്ന് വിളിക്കാം. ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ ഒരു 5 to 14 ദിവസമാണ് സാധാരണ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ആദ്യം ഇവ ബ്ലഡ് സ്ട്രീമിൽ എത്തുന്നു എന്ന് കരുതുക. ബ്ലഡ് സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്നതാണ് ബാക്ടീരിയമ. ബ്ലഡിൽ കടന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ബാക്ടീരിയമ ഫേസ്, അല്ലെങ്കിൽ സ്പൈറോകീറ്റ ആൻഡ് സ്പൈറോകീറ്റീമിയ എന്നും നമുക്ക് ഇതിനെ വിളിക്കാം. ആൻഡ് ഇതാണ് ഇനീഷ്യൽ ഫേസ്. സോ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഇതുമൂലം നമുക്ക് എന്തായിരിക്കും ഉണ്ടാക്കുക? ഒരു പനി ഉണ്ടാവും, ഫീവർ ഉണ്ടാകും. ആൻഡ് ഈ ഫീവറിനെ നമുക്ക് പല പേരുകൾ വിളിക്കും. സ്വാമ്പ് ഫീവർ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മഡ് ഫീവർ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്വൈൻ ഹേർട്സ് ഫീവർ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇതിന്റെ പല പേരുകളാണ് ഈ ഫീവറിനുള്ളത്. ആൻഡ് കൂടെ കണ്ണിന് ചുറ്റും, സോ കണ്ണാണെങ്കിൽ കണ്ണിന് ചുറ്റും ഈ കൺജങ്ക്ടൈവയിൽ അത് ചുവന്ന് വരും. സോ കൺജങ്ക്ടൈവൽ ഡിഫിക്കൽറ്റീസ് ഉണ്ടാകും. സോ കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് കാഴ്ചയ്ക്കും വെളിച്ചത്തോട് ഒരു വിഷമത, ബുദ്ധിമുട്ട് ഉണ്ടാകും. ഫോട്ടോഫോബിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മയാൾജിയാണ്. മയാൾജിയ പേശിവേദന ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് ഇത് 90% പേരിലും ഇത് കഴിയുമ്പോൾ ഇത് ക്യൂവേർഡ് ആകും, അല്ലെങ്കിൽ റിസോൾവ് വിത്തിൻ എ വീക്ക് ആണ്
ആണ്. ആൻഡ് ബ്ലഡിൽ നിന്ന് ഇത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. സോ ഇതാണ് അപ്പോൾ ഇനീഷ്യൽ ഫേസ്. പക്ഷെ 10% പേരിൽ 10% ഇത് ലേറ്റർ സ്റ്റേജിലേക്ക് കടക്കും എന്നുള്ളതാണ്. ആൻഡ് സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കരൾ, ലിവറിനകത്ത് ഉണ്ടാകും, സ്പ്ലീനിനകത്ത് ഉണ്ടാകും, ദെൻ കിഡ്നിയെ ഇത് ബാധിക്കും, ദെൻ മെനിഞ്ചസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വിവിധ ഓർഗനൈസോ മൾട്ടി ഓർഗൻ ഫെയിലിയേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് കരളിൽ പ്രശ്നമായി ഉണ്ടാക്കുന്നത് ഇക്ടർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കരളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇക്ടറിക് ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാകും. ആൻഡ് ഇതിനുള്ള മറ്റൊരു പേരാണ് വീൽസ് ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് വേറൊരു പേര് കൂടിയുണ്ട്, അതാണ് മറ്റൊരു ഫേമസ് ഹെപ്പാറ്റോ റീനൽ ഹെമറേജിക് സിൻഡ്രോം എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്, വീൽസ് ഡിസീസ്. സോ ഇറ്റ്സ് അഫക്ട്സ് ലിവർ ആൻഡ് ഓൾസോ കിഡ്നി, രണ്ടിനെയും അഫക്ട് ചെയ്യും. മൾട്ടിപ്പിൾ സൈറ്റ്സിൽ ഈ ഓർഗാനിസം എത്തി ആൻഡ് ദാറ്റ് വിൽ ബിക്കം ഫാറ്റൽ ഡിസീസ് ആണ്. സോ അപ്പൊ ഉണ്ടാകുന്നത് കടുത്ത പനി ഉണ്ടാകും, പനി കൂടുതലായിരിക്കും. ദെൻ കൺജങ്ക്റ്റിവൈറ്റിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഹെമറേജ് വെച്ചാൽ ബ്ലീഡിംഗ് ആണ്, അപ്പോൾ ലോസ് ഓഫ് ബ്ലഡ് ഉണ്ടാകും. ദെൻ കരളിനെ ബാധിക്കുന്നതുകൊണ്ട് ജോണ്ടിസ് ഉണ്ടാകും. കരളിൽ തന്നെ കോളിസിസ്റ്റൈറ്റിസ് ഉണ്ടാകും എന്നുള്ളതാണ്, ബൈൽ അതിൻ്റെയൊക്കെ ബാധിക്കും. ദെൻ ആൽബുമിനൂറിയ ഉണ്ടാകും. പാങ്ക്രിയാസിനെ ബാധിച്ചാൽ പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാകാം. മസിലിനെയൊക്കെ ബാധിക്കുമ്പോൾ റാപ്റ്റോമയോലൈസിസ് ഉണ്ടാകാം. ദെൻ ഈവൻ മയോകാർഡൈറ്റിസ് തുടങ്ങിയവ ഉണ്ടാകും. ദെൻ അതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ കരളിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ലിവറിനകത്തുള്ള എൻസൈംസ് ഒക്കെ ടെസ്റ്റ് ഒക്കെ പോസിറ്റീവ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകും. ദെൻ മലീന, പെറ്റിഷ്യ, ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടുന്നുണ്ട്, സ്കിന്നിലൊക്കെ പാടുകൾ. സോ അങ്ങനെയൊക്കെ ഉണ്ടാകും. ശ്വാസകോശത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് ARDS, അക്യൂസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാകും. ആൻഡ് ചിലത് സ്പൈനൽ കോഡിനെ ബാധിക്കാം. സ്പൈനൽ കോഡിനെ ബാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ലെപ്റ്റോസ്പൈനൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇതാണ് സ്പൈനൽ കോഡിനെ ബാധിക്കുമ്പോഴാണ്. സോ ഇറ്റ്സ് ആൻ എമർജൻസി. ICU ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ നമുക്ക് ലാബ് ഡയഗ്നോസിന് എന്ത് കൊടുക്കാന്ന് വെച്ചാൽ, ഫസ്റ്റ് വീക്ക് ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ഫസ്റ്റ് വീക്ക് നമുക്ക് ഇനീഷ്യൽ ഫേസിൽ നമുക്ക് ബ്ലഡ് സാമ്പിൾ കൊടുക്കാം. സോ ബ്ലഡ് സാമ്പിൾ എടുത്ത് ചെയ്യാം. സെക്കൻഡ് ആൻഡ് തേർഡ് വീക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂറിൻ, അപ്പോഴത്തേക്കും യൂറിൽ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബ്ലഡിന്റെ സിറം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സിറമിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതിന്റെ ആന്റിബോഡീസ് നമുക്ക് അതിന്റെ ടൈറ്റർ വാല്യൂസ് നോക്കാം. അപൂർവമായിട്ട് CSF നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. സോ സാമ്പിൾ എടുക്കുന്നു, സെൻട്രിഫ്യൂജ് ചെയ്യുന്നു, അതിന്റെ സെഡിമെന്റ് എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ജീസ്മാൻ സ്റ്റെയിനോ സിൽവർ ഇംപ്രഗ്നേഷൻ മെത്തേഡോ ഫോണ്ടാന സ്റ്റെയിൻ, ലിവാഡിറ്റി സ്റ്റെയിൻ ഒക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് സ്റ്റെയിൻ ചെയ്യാം. സോ മൈക്രോസ്കോപ്പിൽ ഡയറക്റ്റ് ഒബ്സർവേഷൻ. സോ ഫസ്റ്റ് മെത്തേഡ് ഈസ് ഡയറക്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ആണ്. ദെൻ പിന്നെ കൾച്ചർ ചെയ്യണമെങ്കിൽ കൾച്ചർ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു ഇത് സ്ട്രിക്റ്റ് എയ്റോബ് ആണ് സംഭവം, എയ്റോബിക് ഓർഗാനിസം ആണ്. ആൻഡ് 28 to 30 ഡിഗ്രി 32 വരെയൊക്കെയുള്ള വളരും. ആൻഡ് ക്യാൻ ഗ്രോ വെൽ ഇൻ ആൽക്കലൈൻ മീഡിയത്തിൽ ഇത് കൂടുതലായിട്ട് വളരാം, സർവൈവ് ചെയ്യാം. വാട്ടർ ഓർ മോയ്സ്ചർ ഇതിന് അത്യാവശ്യമാണ്. സോ അതിനുപയോഗിക്കുന്ന സം മീഡിയ, എൻറിച്ച്ഡ് മീഡിയം അല്ലെങ്കിൽ സെമി സോളിഡ് മീഡിയം നമ്മൾ ഉപയോഗിക്കുന്നതിനകത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബൊവൈൻ സിറം ആൽബുമിൻ അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. സോ നമുക്ക് ഫ്ലെച്ചേഴ്സ് മീഡിയം നമ്മുടെ കയ്യിലുണ്ട്. ദെൻ സ്റ്റുവാർട്ട്സ് മീഡിയം എന്ന് പറയുന്ന മീഡിയം ഉപയോഗിക്കാം. ദെൻ കോത്തിഫി മീഡിയം, COTHIFE, ഇങ്ങനെയൊക്കെയുള്ള മീഡിയംസ് പല എക്സാമ്പിൾസ് ആണ്. ഇത് സംഭവം ചേർന്ന മീഡിയംസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഐസൊലേഷന് നമുക്ക് ഇതോർത്തിരിക്കേണ്ടതാണ്. ഐസൊലേഷൻ അതിനുവേണ്ട സെലക്റ്റീവ് മീഡിയം ഈസ് EMJH മീഡിയ ആണ് ഉപയോഗിക്കുക. ഈ EMJH എന്ന് വെച്ചാൽ ഇതിന്റെ സയന്റിസ്റ്റിന്റെ പേരുകളാണ്, നമ്മളിപ്പോൾ സയന്റിസ്റ്റിന്റെ പേരുകളൊന്നും പറയുന്നില്ല. സോ ഇതിനകത്ത് ബൊവൈൻ സിറം ആൽബുമിൻ ഉണ്ട്, പ്ലസ് അതിനകത്തുള്ളത് ഓർത്ത് വയ്ക്കുക സർഫാക്ടന്റ് ആണ്. സർഫാക്ടന്റ് ഉള്ളത് ട്വീൻ 80 പോലുള്ള പോളിസോർബേറ്റ് പോലുള്ള സംഭവങ്ങളാണ് അതിനകത്തുള്ളത്. ആൻഡ് ദിസ് ക്യാൻ ഇൻഹിബിറ്റ് മറ്റ് ഓർഗാനിസത്തിന്റെ വളർച്ചയൊക്കെ തടയാനായിട്ട്. ദെൻ പിന്നെ കൾച്ചർ ചെയ്യാവുന്നത് ലൈവ് അനിമൽസിൽ നമുക്ക് കൾച്ചർ ചെയ്യാം. ഗിനി പിഗിൽ നമുക്ക് കൾച്ചർ ചെയ്യാം. അതിന്റെ ഇൻട്രാ സെറിബ്രൽ ആയിട്ടും കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൊണ്ട് അതിന്റെ ബ്ലഡ് എടുക്കുക. ദെൻ എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ EMJH മീഡിയത്തിനകത്തൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. ആൻഡ് സാധാരണ രീതിയിൽ ഇവ സ്ലോ ഗ്രോയിങ് ഓർഗാനിസം ആണ്. പുറത്തൊക്കെ വളർത്തി കഴിഞ്ഞാൽ ലൈവ് അനിമൽസിലാണെങ്കിൽ അതിന്റെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് മണിക്കൂറുകൾ മാത്രമാണ്, കുറവാണ്, വേഗത്തിൽ ഡിവൈഡ് ചെയ്യും. ഇനി സീറോളജി ടെസ്റ്റിൽ നമുക്ക് സ്ക്രീനിങ്ങിന് വേണ്ടി ടെസ്റ്റ് ചെയ്യാം, ഡയഗ്നോസിസ് ആൻഡ് കൺഫർമേഷന് വേണ്ടി ചെയ്യാം. സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെപ്റ്റോസ്പൈറ ബൈഫ്ലെക്സയുടെ ഒരു പാറ്റോക് 1 വെച്ചിട്ട് അതിന്റെ പേഷ്യന്റ് സിറോയിട്ട് മിക്സ് ചെയ്യുക. സോ ബൈഫ്ലെക്സയുടെ സാധനം എടുക്കുക, പേഷ്യന്റ് സിറോയിട്ട് മിക്സ് ചെയ്തിട്ട് ആ സൊമാറ്റിക് ആന്റിജൻ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ആൻഡ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. മാറ്റ് എന്ന് നമ്മൾ മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, അതാണ് മാറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കുറെ കൂടി സ്പെസിഫിക് ആണ്.
നോൺ സീറോ ടൈപ്പ് എടുത്ത് നമ്മൾ സിറ ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യാണ്. 0 ടൈപ്സ് ഓഫ് ആന്റിജൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ കൺഫർമേഷന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ നോൺ സീറോ ടൈപ്സ് ഉണ്ട്, 3 തരം ഓർഗാനിസം നമ്മൾ പറഞ്ഞു. അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം. സീറോ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ആൻഡ് പിന്നെ ഗിനി പിഗിൽ കുത്തിവെക്കാം. ഗിനി പിഗിൽ കുത്തിവെച്ചിട്ട് ഒരു 6 to 12 ദിവസത്തിനകം അതിന് ഇൻഫെക്ഷൻ വന്നിട്ട് അത് ഡെത്ത് ആവുമോ എന്നുള്ളതും നമുക്ക് നോക്കാം. ആൻഡ് WHO നിർദ്ദേശിച്ച ഇതിന്റെ ക്രൈറ്റീരിയ ഫോർ ഐഡന്റിഫിക്കേഷൻ ഡയഗ്നോസിസ്, അതിനേക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഫെയിൻസ് ക്രൈറ്റീരിയ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ FEINS ക്രൈറ്റീരിയ ആണ് നമ്മൾ രോഗം നിർണ്ണയിക്കാനൊക്കെ ഉപയോഗിക്കുക. ഇനി രോഗം തടയാനായിട്ട് നമുക്ക് എന്താ ചെയ്യുക? റോഡൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. റോഡൻസിന്റെ സംഭവങ്ങൾ കൺട്രോൾ ചെയ്യുക, വാക്സിനേഷൻ കൊടുക്കുക. മനുഷ്യൻ വാക്സിനേഷൻ ഒന്നും അവൈലബിൾ അല്ല. മൃഗങ്ങളിൽ നമുക്ക് റോഡൻസിനെ വാക്സിനേറ്റ് ചെയ്യാം. അനിമൽസ്, നമ്മുടെ വീട്ടിൽ വളർന്ന മൃഗങ്ങൾക്കൊക്കെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് അവോയ്ഡ് എക്സ്പോഷർ ടു കണ്ടാമിനേറ്റഡ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ആയിട്ട് വാട്ടറിന്റെ എക്സ്പോഷർ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആൻഡ് രോഗം തടയാൻ പ്രൊഫൈലാറ്റിക് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നത് ഡോക്സിസൈക്ലിൻ ആണ്. ഡോക്സിസൈക്ലിൻ ഒരു 200 മില്ലിഗ്രാം 1 in 7 ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ ആയിരിക്കും നമ്മൾ സാധാരണ കഴിക്കുക. ആൻഡ് രോഗം വന്നാൽ എന്തെല്ലാം ആന്റിബയോട്ടിക് എന്ന് വെച്ചാൽ പെനിസിലിൻസ് നമുക്ക് കൊടുക്കാം. അമിനോ പെനിസിലിൻ, ആംബിസിലിൻ, അമോക്സിലിൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതൊന്നും പറ്റുന്നില്ലെങ്കിൽ പിപ്പറാസിലിൻ പോലെയുള്ള മരുന്ന് കൊടുക്കാം. ദെൻ ഓൾസോ ടെട്രാസൈക്ലിൻ ഗ്രൂപ്പിലെ കൊടുക്കാം നമുക്ക്. പിന്നെ സാറിന് കൊടുക്കുന്നത് 3rd gen സെഫലോസ്പോറിൻ ആണ്. ഉദാഹരണത്തിന് സെഫ്ട്രിയാക്സോൺ നമുക്ക് കൊടുക്കാം. സെഫ്ട്രിയാക്സോൺ, സെഫ്റോക്സൈം അല്ലെങ്കിൽ സെഫ്റ്റാക്സിൻ പോലുള്ള 3rd generation ആന്റിബയോട്ടിക് ഓർ സെഫലോസ്പോറിൻ നമുക്ക് കൊടുക്കാം. ഡോക്സൈക്ലിൻ നമുക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ബിക്കോസ് ഇറ്റ്സ് ടെട്രാസൈക്ലിൻ, ഗർഭിണികളിലും കുട്ടികളിലൊക്കെ നമുക്കിത് ഒഴിവാക്കേണ്ടി വരും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലെപ്റ്റോസ്പൈറ ഇൻട്രോഗൻസ് ആൻഡ് ലെപ്റ്റോസ്പൈറോസിസ് ആൻഡ് വീൽസ് ഡിസീസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.